കല്ലുവാതുക്കൽ സമുദ്രതീരം വയോജന കേന്ദ്രത്തിൽ നടന്ന ഓണം 2024 6ാം ദിനത്തിൽ ഉച്ചയ്ക്ക് കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന അംഗങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തകർക്കും ആദരവ് സമർപ്പിക്കുന്ന ചടങ്ങ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി.കെ. ഗോപൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോട്ടത്തല ശ്രീകുമാർ സ്വാഗതം ആശംസിച്ചു. ഓണോത്സവം 2024 6ാം ദിനം ഇന്ന് ഹരിതകർമ്മ സേനാംഗങ്ങളെ ഈ നാടിൻ്റെ ചപ്പുചവറുകൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മുഴുവൻ നീക്കം ചെയ്തുകൊണ്ട് ഏറ്റവും ശുചിയായി ഈ നാടിനെ പരിപാലിക്കുന്ന അംഗങ്ങളെയാണ് ഇന്ന് ആദരിക്കുവാൻ ഇവിടെ കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 5 ദിവസം കൊണ്ട് 50 അധ്യാപകരെ ഈ വേദിയിൽ ആദരിക്കുകയുണ്ടായി. ഇന്ന് അതിനേക്കാൾ ഏറ്റവും പുണ്യം ചെയ്ത കരങ്ങളെയാണ് ആദരിക്കുവാൻ വേണ്ടി സെറ്റ് സാരി നൽകി, ഓണമല്ലേ, സെറ്റ് സാരി നൽകി ആദരിക്കുവാൻ വേണ്ടി ഇവിടേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളത്. അതെല്ലാം ബഹുമാന്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യും. സ്നേഹപൂർവ്വം ഉദ്ഘാടകനായ ഡോക്ടർ പി.കെ. ഗോപനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരിതകർമ്മസേന അംഗങ്ങളെ ആദരിക്കാൻ റുവൽ സിംഗും കൂട്ടുകാരും തീരുമാനിച്ചത് വളരെ ഉചിതമായ ഒരു പരിപാടിയാണ്. ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മനുഷ്യർ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ വേണ്ടി, നമുക്ക് മാത്രമായിട്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല ലോകത്ത്, നമ്മൾ ഒറ്റയ്ക്കൊന്നും ജീവിക്കാൻ പറ്റത്തില്ല, നമുക്ക് മാത്രമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പമല്ല. ഒരാൾ വീടില്ലാതെ ജീവിക്കുന്നെങ്കിൽ അത് അയാളുടെ കുഴപ്പമല്ല. അതുകൊണ്ട് മനുഷ്യരാശിയെ മുഴുവൻ ചേർത്ത് പിടിക്കുന്ന ഒരാശയം നമ്മളിൽ ഉയർന്നു വന്നതുകൊണ്ടാണ് ഇന്ന് ലോകത്തെ ഏറ്റവും മനോഹരമായൊരു സ്ഥലമായി കേരളം നിലനിൽക്കുന്നത്. മികച്ച ആരോഗ്യ മേഖലാ കേന്ദ്രങ്ങൾ, ഇന്ത്യയിലെ ആദ്യത്തെ 12 PH സെൻ്ററുകൾ കേരളത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായി കരൾമാറ്റ ശസ്ത്രക്രിയ സർക്കാർ ആശുപത്രി നടത്തുന്ന കേരളത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ഹൃദയ കൈമാറ്റ ശസ്ത്രക്രിയ കേരളത്തിലാണ് നടത്തുന്നത്. ഇതെല്ലാം സർക്കാർ ആശുപത്രിയിലാണ്. സ്വകാര്യ ആശുപത്രിയിൽ കണ്ടമാനമുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ അത്ര മികച്ചൊരു സംവിധാനം നമ്മൾ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് ഇതിൻ്റെ എല്ലാ ഭാഗമാണ്. അങ്ങനെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ നമ്മുടെ പ്രദേശത്തുണ്ട്. അതിലൊരാളാണ് റുവൽ സിംഗും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്ക് കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആദരവ് നിങ്ങളുടെ ജോലിയോട് കൂടുതൽ ആത്മാർത്ഥതയും ഇഷ്ടവും ഉണ്ടാകാനാണ്. ഏതൊരു ജോലിക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. അതിഷ്ടത്തോടെ ചെയ്യുക, മനസ്സറിഞ്ഞ് ചെയ്യുക. നിങ്ങളിപ്പോൾ ആദരിക്കുമ്പോൾ ഈ നാടിന് അല്ലെങ്കിൽ ഈ സമൂഹത്തോട് വലിയ ബാധ്യതയുള്ളവരായി നിങ്ങൾ മാറുകയാണ്, അല്ലേ? അത് ജോലിയുടെ വലിപ്പ വ്യത്യാസങ്ങളോ ഏറ്റക്കുറച്ചിലുകളോ ശമ്പളത്തിൻ്റെ വ്യത്യാസങ്ങളോ ഒന്നുമല്ല. പക്ഷേ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിനോട്, നമ്മൾ ജീവിക്കുന്ന കുടുംബത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുകയാണ്, അല്ലേ? ഇപ്പോൾ ഹരിതകർമ്മസേന അംഗമാകുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു, അതിന് ശേഷമുള്ള വ്യത്യാസം ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങളെ അറിയുന്നവർ ഒരുപാട് പേരുണ്ട്, ഇല്ലേ? ഓരോ വീട്ടിൽ ചെന്നാൽ ഒരു വാർഡിലെ അവരുടെ കുടുംബാംഗങ്ങളെപ്പോലെ നിങ്ങളെ കാണുന്നവരുമുണ്ട്. അപ്പോൾ ഈ പ്രവർത്തനത്തിൻ്റെ നല്ലതിനെ മാത്രം നമ്മളിലേക്ക് ഉൾക്കൊള്ളുക. ചീത്ത നമുക്കുണ്ടാകുന്ന വിഷമങ്ങളെ മറന്നുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക. സമുദ്രതീരത്തിൻ്റെ നേതൃത്വത്തിൽ ചെറിയൊരു ആദരവോ എന്തോ ആകട്ടെ അത് ഏറ്റുവാങ്ങുവാൻ നിങ്ങൾ കാണിക്കുന്ന മനസ്സിനും വളരെ സന്തോഷത്തോടെ ഈ ഒരു ചടങ്ങിൽ സംഘടിപ്പിച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയും അതോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ ഇതിന് ഭംഗിയായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന
റൂവൽ സിംഗ് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ പിറകിൽ നിരവധിയായ കാര്യങ്ങളെയൊക്കെ അഭിമുഖീകരിച്ച് തന്നെയാകും മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിനും ഒരു മനസ്സ് അല്ലേ, ആ ഒരു മനസ്സില്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് കാര്യത്തിനും നമ്മളിലുള്ള ഒരു മനസ്സിനെ പുറത്തെത്തിച്ചുകൊണ്ട് നമ്മളിലുള്ള കഴിവുകളെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടുത്തത്തക്ക രീതിയിൽ മാറ്റുവാൻ നമുക്ക് കഴിയണം. പരസ്പരം മനസ്സിലാക്കാനുമൊക്കെ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ പറ്റും. അതിനൊക്കെ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി. കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം ആശാദേവി ആശംസ അറിയിച്ചു. ഇങ്ങനെ 12 ദിനം നീളുന്ന ആ ഓണാഘോഷ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഇത്തരത്തിലുള്ള ആദരവും ഒക്കെ നടത്തിക്കൊണ്ട് സമുദ്രതീരം വയോജന കേന്ദ്രം ഓണാഘോഷ പരിപാടികൾ നമുക്കറിയാം. നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ടുള്ള ഒരു ദുരന്തത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വളരെ ലഘുവായിട്ടാണ് നമ്മളിത് നടത്തുന്നതെങ്കിലും നമ്മളെല്ലാം തന്നെ പേരിനെങ്കിലും നടത്തുന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ വയോജന കേന്ദ്രത്തിൽ ഇന്ന് ഇത്തരത്തിലുള്ള ചടങ്ങ് നടത്തുന്നു. അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലേറെ സന്തോഷമുണ്ട്. എന്തായാലും എല്ലാവർക്കും ഓണാശംസകൾ അർപ്പിച്ചുകൊണ്ട് വൈകിയ വേളയിൽ കൂടുതലൊന്നും തന്നെ പറയുന്നില്ല. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. വി കെയർ പാലിയേറ്റീവ് കെയർ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ജോർജ് എഫ് സേവ്യർ വലിയ വീട്, ശ്രീമതി ബെറ്റ്സി എഡിസൺ, സമുദ്രതീരം ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീകുമാർ എസ് എന്നിവർ ആശംസ അറിയിച്ചു. സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ്, സമുദ്രതീരം പ്രസിഡന്റ് ശരത് ചന്ദ്രൻ പിള്ള, ഡോക്ടർ ജയചന്ദ്രൻ, സന്തോഷ് പാരിപ്പള്ളി, സമുദ്രതീരം PRO ശശിധരൻ പിള്ള തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സമുദ്രതീരം ലൈബ്രറി പ്രസിഡന്റ് രജീഷ് ആർ നന്ദിയും പറഞ്ഞു. ഈ പ്രോഗ്രാമായി സഹകരിച്ച മുഴുവൻ പേർക്കുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഈ സമുദ്രതീരം കൂട്ടുകുടുംബത്തിൻ്റെ പേരിലും ഈ പ്രോഗ്രാമിൻ്റെ പേരിലുള്ള നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ്.